സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM നേതാവ് KJ ഷൈൻ. മുതിർന്ന നേതാക്കൾ അറിയാതെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ടീച്ചറുടെ വിശ്വാസം. കൃത്യമായ ഒരു ആസൂത്രണമില്ലാതെ ഒരു കാര്യവും ഇത്തരത്തിൽ നടക്കാൻ കഴിയില്ലെന്നും KJ ഷൈൻ 24-നോട്. 24 ബ്രേക്കിംഗ് വാർത്ത വിഷ്ണു സുരേഷ് ചേരുകയാണ്. അതിനു മുമ്പ് ഈ ഷൈൻ ടീച്ചർ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നേതൃത്വം അറിയാതെ അതിൻ്റെ തൊട്ട് താഴെയുള്ള നേതാക്കൾ ഇങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയെ അധിക്ഷേപപരമായി പരാമർശം നടത്തുമെന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവും. അതും തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് ആണ് ഈ അപവാദ പ്രചരണത്തിന് പിന്നിൽ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. അതിനവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 3 ആഴ്ച മുമ്പ് തന്നെ ഇത്തരത്തിലൊരു അപവാദം അന്തരീക്ഷത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് അതൊരു വാർത്തയായി വരുന്നു. അതായത് കൃത്യമായ ഗൂഢാലോചനയോടെ പ്ലാൻ ചെയ്ത ഒരു വാർത്തയാണിതെന്ന് KJ ഷൈൻ ആരോപിക്കുന്നുണ്ട്. അതിലവർ ആദ്യമായി ആ പേര് പറഞ്ഞത് ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെയാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ FIR-ലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം അറിയാതെ ഇത്തരത്തിലൊരു പ്രചരണം നടക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് KJ ഷൈനും CPM-ഉം. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇവർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ കേസന്വേഷണത്തിലേക്ക് വന്നാൽ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ആലുവ സൈബർ പോലീസ് കേസെടുത്തത്. അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മുനമ്പം DYSP ആയ ജയകൃഷ്ണനാണ് അന്വേഷണ ചുമതല. സൈബർ ഡോമിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അതായത് പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. 100ഓളം വരുന്ന ലിങ്കുകളാണ് ഈ പരാതിക്കാരിയായ KJ ഷൈൻ സൈബർ പോലീസിന് കൈമാറിയിട്ടുള്ളത്. അതിൽ ഈ ഫേസ്ബുക്ക് പോർട്ടലുകളുണ്ട്, ന്യൂസ് സൈറ്റുകളുണ്ട്, ഒപ്പം വ്യക്തിപരമായ ഈ ഹാൻഡിലുകളുണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പെട്ടെന്ന് കണ്ടെത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യമെക്കുന്നത്. കോൺഗ്രസ് പക്ഷേ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. CPIM-ലെ പ്രശ്നമാണ് ഈ പരാതി, ഇത്തരത്തിലൊരു പ്രചരണത്തിന് പിന്നിൽ എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഇന്നലെ VD സതീശനും അതോടൊപ്പം മുഹമ്മദ് ഷിയാസും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വവും പറയുന്നത് പറവൂരിലെ CPIM-ന്റെ പ്രശ്നങ്ങൾ അത് രൂപപ്പെട്ട് അത് പുറത്തേക്ക് വന്നതാണ്. അതല്ലാതെ ഇതിന് കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ മറ്റിടങ്ങളിൽ വന്ന വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിനൊരു ആസൂത്രണം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായില്ല. അത് CPIM അന്വേഷിക്കേണ്ടതാണെന്നാണ് നിലവിൽ കോൺഗ്രസ് പറയുന്നത്. ഈ വാർത്ത പ്രചരിപ്പിച്ച KM ഷാജഹാനെതിരെ മറ്റ് MLA-മാർ കൂടി, ജില്ലയിലെ മറ്റ് MLA-മാർ കൂടി DGP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. PV ശ്രീലിജനും KJ മാക്സിയും ആന്റണി ജോൺ അടക്കമുള്ള MLA-മാരാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ വിവാദം രാഷ്ട്രീയമായി കത്തുകയാണ്. അത് അവസാനിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.